തൃശൂർ കൊണ്ടാഴിയിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താണു. കൊണ്ടാഴി മായന്നൂർ കുന്നത്ത് വീട്ടിൽ ഉഷയുടെ കിണറാണ് ഇടിഞ്ഞു താണത്. കിണറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉഷയുടെ വീടും അപകട ഭീഷണിയിലാണ്. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ റോഡിൽ വൻ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ട സംഭവമുണ്ടായി. തോട്ടപ്പുര വ്യൂ പോയിന്റിന് സമീപത്ത് രാവിലെയായിരുന്നു ഗതാഗതം തടസ്സപ്പെട്ടത്. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ വലഞ്ഞു. വിവരങ്ങളുമായി ഗോകുൽ VS ആണ് നമുക്കൊപ്പം. ക്ഷമിക്കണം, MS ലിഷോയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോ, ഇപ്പോൾ ഈ തൃശൂർ കൊണ്ടാഴിയിലെ ഒരു പുതിയ സംഭവം, കിണർ ഇടിഞ്ഞതാണ്. നേരത്തെ കൊല്ലത്ത് നിന്ന് കണ്ണൻ നായർ പങ്കുവച്ച ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് ഒരു കോൺക്രീറ്റ് കെട്ടിടമാകെ ഭൂമിയിലേക്ക് ഇടിഞ്ഞു താണ് പോയത് നമ്മൾ സാധാരണ കേൾക്കാത്ത സംഭവമാണ്. ഇപ്പോൾ ഈ കിണർ ഇടിഞ്ഞു താണതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്? തൊട്ടടുത്തുള്ള വീടും അപകടകരമായ സ്ഥിതിയിലല്ലേ? അതായത് ഒരു ഉപയോഗശൂന്യമായ കിണറായിരുന്നു. ആ കിണർ പൂർണ്ണമായും ഇന്ന് രാവിലെ ഇടിഞ്ഞ് താഴുകയായിരുന്നു. ഇതോടുകൂടി ഈ വീടിന് തൊട്ടടുത്തുള്ള കൊണ്ടാഴിയിലുള്ള ഈ മായന്നൂർ കുന്നത്ത് വീട്ടിൽ ഉഷയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞ് താഴ്ന്നത്. അപ്പോൾ ഉഷയുടെ വീടിൻ്റെ ആ ഭാഗവും, അതായത് വീടിനോട് ചേർന്നുള്ള ഭാഗവും ഈ കിണറിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. ഈ വീട് ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ വീട്ടിലെന്നാണ് വീട്ടുകാർ പറയുന്നത്. കാരണം വേറെ രാത്രി മഴ കനക്കുകയാണെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ്. അതിനോടൊപ്പം തന്നെ ശക്തമായ മഴയിൽ കോട്ടപ്പുറം പരമേശ്വരൻ്റെ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് പരമേശ്വരൻ്റെ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് വീണത്. ഈ സമയത്ത് പരമേശ്വരൻ വീട്ടിലുണ്ടായിരുന്നു എങ്കിൽ പോലും അപകടം സംഭവിക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വൻ മരം കടപുഴകി വീഴുകയും ഏറെ നേരം, ഏകദേശം 2 മണിക്കൂറോളം നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയ ശേഷമാണ് പിന്നീട് മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റുകയും പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. കൂടാതെ ഇപ്പോൾ വരുന്ന പുതിയൊരു വിവരമുണ്ട്. പീച്ചി ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനായി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ രാവിലെ ആയിരിക്കും കൂടുതൽ ഉയർത്തുക. നിലവിൽ 8 ഇഞ്ച് വീതമാണ് 4 ഷട്ടറുകളും തുറന്നിട്ടുള്ളത്. അത് കൂടുതൽ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 10 സെൻറ്റിമീറ്റർ വീതം ഓരോ ഘട്ടത്തിലായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആകെ അങ്ങനെ 12 ഇഞ്ച് ഇപ്പോൾ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആശങ്കപ്പെടുന്ന നിരവധി ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇപ്പോൾ നിരവധി വീടുകൾ അതിൻ്റെ ഓരോ ഭാഗം തകർന്നിരിക്കുന്നു. മേൽക്കൂര പറന്നുപോയ സ്ഥിതി, വലിയ ബോർഡുകൾ, വലിയ മേൽക്കൂരയൊക്കെ കാറ്റത്ത് പാറിപ്പോയിരിക്കുന്നു. അതിനിടയിലാണല്ലോ ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലിയുണ്ടായി നിരവധി മരങ്ങൾ കടപുഴകി എന്ന വിവരം കൂടിയുള്ളത്. ലിഷോയ്, ഏതൊക്കെ മേഖലയിലാണ് ഇങ്ങനെ കാറ്റ് വലിയ നാശം തൃശ്ശൂരിൽ വിതയ്ക്കുന്നത്? ഇരിങ്ങാലക്കുട പടിയൂർ മേഖലയിലാണ് ഇന്ന് രാവിലെ വലിയ തോതിൽ കാറ്റ് വീശുകയും മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റാണ് ഈ മേഖലയിലൊക്കെ തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ പടിയൂർ മേഖലയിൽ വീശിയ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. അതിനോടൊപ്പം തന്നെ ഒരു വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ മേൽക്കൂര ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. ആ മേൽക്കൂരയാണ്, ഇരുമ്പ് ഷീറ്റ് അടങ്ങിയ മേൽക്കൂരയാണ് മുഴുവനായും പറന്നുപോയത്. ഏകദേശം രാവിലെ 6:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പടിയൂർ ചെട്ടിയാടിക്കൽ തറയിൽ വീട്ടിൽ അവിടെ ചിറയത്ത് റോസിയുടെ വീടിൻ്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും പറന്നുപോയത്. ഏകദേശം 5 ലക്ഷം രൂപയോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വയറിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ അവിടെ നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുത പോസ്റ്റുകൾക്കും ഒടിഞ്ഞു വീഴുകയും വൈദ്യുത ബന്ധം ആ മേഖലയിലാകെ തന്നെ വിച്ഛേദിക്കപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തു. അതൊക്കെ തന്നെ പുനഃസ്ഥാപിച്ച് വരികയാണ്. അതിനിടയിലാണ് കൂടുതൽ ഇടങ്ങൾ, അതായത് ഈ പീച്ചിയിൽ ഉൾപ്പെടെ വെള്ളം കൂടുതൽ വരുന്നതോടുകൂടി കരുവന്നൂർ പുഴയിലും അതുപോലെ തന്നെ മണലിപ്പുഴയിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയും ജില്ലാ ഭരണകൂടം കൽപ്പിക്കുന്നു. തൃശൂർ ജില്ലയിൽ കനത്ത കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണ്. മാങ്ങാട്ട് വടക്കുമുറിയിൽ ശക്തമായ കാറ്റിലും മഴയിലും പശുത്തൊഴുത്ത് തകർന്നു. ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർ കാണുന്ന. MS ലിഷോയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.